വേഷത്തിനു പഞ്ചമി ചന്ദ്രൻ ചുട്ടിക്കുത്തവേ കളിവിളക്കരങ്ങിൽ തെളിയവേ പിന്നിലെ കസേരയിലുണ്ടൊരാൾ ശാന്തകാരൻ നിശബ്ദനത്രേ ജ്ഞാനഗൗരവസ്ഥിതം മുഖം ശുദ്ധമദ്ദളം കഴിഞ്ഞെപ്പോഴോ തിരശീലയ്ക്കുള്ളിൽ നിന്നുയരുന്നു ചെണ്ടതൻ ഘനാരവം ഇപ്പോഴുണ്ടരങ്ങത്താ ശാന്തഗൗരവരൂപം തന്നിൽ നിന്നല്ലി നാദഘോഷമെന്നതേ ഭാവം നിത്യസാധകത്തിൻ്റെ ഭദ്രത എണ്ണങ്ങളിൽ കൃത്യത ആയാങ്കുടിക്കുട്ടപ്പമാരാരെന്നാൽ കൊട്ടിൻ്റെ കല മേളപദത്തിലൊതുങ്ങാത്ത ജീവിതഭാവാം ബുദ്ധിമഗ്നമാം കഥകളിയേ ജീവിതഭാവാം ബുദ്ധിമഗ്നമാം കഥകളിയേ പച്ചയ്ക്കു പുലർച്ചതൻ ഭാസുരപ്രേമാങ്കുരം കത്തിക്കു മധ്യാഹ്നത്തിനുജ്വല പ്രഭാപൂരം താടിക്കു സായാഹ്നത്തിൻ രക്തരൂഷിതാകാരം കാലത്തെ നാദങ്ങളായി പകർത്തുന്നായാങ്കുടി കാലത്തെ നാദങ്ങളായി പകർത്തുന്നായാങ്കുടി ചെണ്ടയിൽ ഇടയ്ക്കയിൽ വാദ്യമേളനത്തിലും തൊണ്ടയാൽ സുഖരാഗസോപാനഗീതത്തിലും പഞ്ചവാദ്യത്തിൽ തായമ്പകയിൽ താൻ കൈവച്ചതെന്തിലും അദൃശ്യനാം ഗുരുവേ നമസ്കാരം ഗുരുവേ നമസ്കാരം ഗുരുവേ നമസ്കാരം കോട്ടയം ജില്ലയിലെ നെൽപ്പാടങ്ങളാൽ മനോഹരമായ ആയാങ്കുടി ഗ്രാമത്തിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളായി കിട്ടിയ ഒരു മഹത് വ്യക്തിത്വം. അതായിരുന്നു ആയാങ്കുടി കുട്ടപ്പന്മാരാർ. 1931 ആയാങ്കുടി കുഞ്ഞന്മാരാരുടെയും നാരായണിയമ്മയുടെയും മകനായി ജനിച്ച് കഥകളി മേള ആചാര്യൻ എന്ന് മലയാളി ലോകം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു വാഴ്ത്തിയ പ്രതിഭ.
പലവിധ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചു വന്ന ആ മഹത് വ്യക്തിത്വം തൻ്റെ കൊട്ടിൻ്റെ ഉപാസന ആരംഭിച്ചത് ആയാങ്കുടി മഹാദേവ ക്ഷേത്രത്തിലെ അടിയന്തര ജോലികൾ ചെയ്തുകൊണ്ടാണ്. തൊട്ടിയിൽ കൃഷ്ണക്കുറുപ്പ് ആശാന് കീഴിൽ ചെണ്ടവാദനം അഭ്യസിച്ചു. ഇക്കാലത്താണ് തായമ്പകയും ഇടയ്ക്കയും സോപാന സംഗീതവും അഭ്യസിച്ചത്. പഞ്ചവാദ്യം പഠിക്കാനായി അദ്ദേഹം തേർവഴി അച്യുതക്കുറുപ്പിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. വിവിധ ക്ഷേത്രകലകളിൽ അവഗാഹം നേടിയെങ്കിലും എല്ലാത്തിനുപരി ചെണ്ടവാദനമാണ് തൻ്റെ കർമ്മമേഖല എന്ന് തിരിച്ചറിഞ്ഞ ആശാൻ കഥകളി കൊട്ടു പഠിക്കുന്നതിനായി കലാമണ്ഡലത്തിൽ ചേരുവാൻ തീരുമാനിച്ചു. എങ്കിലും ചെണ്ട പഠിക്കാനുള്ള ആഗ്രഹം സഫലമായില്ല. സംഗീതം പഠിക്കാനായി കലാമണ്ഡലത്തിൽ അവസരം ലഭിച്ചു. കുറച്ചുനാൾ പഠനം തുടർന്നെങ്കിലും സംഗീത പഠനം മതിയാക്കി അദ്ദേഹം തിരിച്ചു പോവുകയും ആയാങ്കുടി ക്ഷേത്രത്തിൽ അടിയന്തര ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീട് ലോക പ്രശസ്ത ചെണ്ടവാദകൻ എന്ന പരമോന്നത പദവിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അദ്ദേഹം. കഥകളിയിലെ ഒട്ടുമിക്ക വേഷങ്ങളും പകർന്നാടി പ്രശസ്തനായ ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ കലാമണ്ഡലത്തിലെ പഠനകാലം മുതൽ ആയാങ്കുടി ആശാന്റെ പ്രിയ സുഹൃത്തും സതീർത്ഥ്യനുമായി. പച്ചവേഷങ്ങളിൽ തിളങ്ങി നിന്ന അദ്ദേഹത്തിന് ആയാങ്കുടി ആശാന്റെ ചെണ്ടവാദനം എന്നും ഒരത്ഭുതമായിരുന്നു. ഈ പാട്ട് പഠിക്കാനായിട്ട് ചേർന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാട്ട് പഠിക്കാനല്ല ഇഷ്ടം, ചെണ്ടകൊട്ട് പഠിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും അദ്ദേഹം അവിടെ തന്നെ നിന്നു. അപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചാൽ അന്ന് ഞാനും അദ്ദേഹം എന്നെക്കാളും മൂത്തതാണെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. ഞാൻ അന്ന് മുതൽക്ക് ആയാങ്കുടി കുട്ടപ്പ മാരാര് എന്നുള്ളത് അല്ല വിളിക്കാറ്, ആ കുട്ടപ്പൻ ചേട്ടൻ എന്നേ വിളിക്കാറുള്ളൂ. ഏറ്റവും സ്നേഹസമ്പന്നനായ, എല്ലാവരോടും സ്നേഹസമ്പന്നനായ ഒരു മഹൽ വ്യക്തിയാണ് ആയാങ്കുടി കുട്ടപ്പമാരാര് എന്ന് പറയുന്ന എൻ്റെ കുട്ടപ്പേട്ടൻ എന്ന് പറയാൻ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ആശാൻ കലാമണ്ഡലത്തിലെ ഈ പാട്ടുപഠിത്തമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ചു വന്ന് കളിക്കോട്ടിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കൊട്ടാരം കളിയോഗത്തിലെ പ്രധാന ചെണ്ടക്കാരനായിരുന്ന ശ്രീ മാധവക്കുറുപ്പ്, വാരനാട് മാധവക്കുറുപ്പ് അല്ലെങ്കിൽ തുറവൂർ മാധവക്കുറുപ്പ് എന്നാണ് അദ്ദേഹത്തെ പറയുക. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കളിക്കോട്ട് വിസ്തരിച്ച് പഠിച്ചു. പിന്നെ അദ്ദേഹത്തോടൊപ്പം കൊട്ടാരത്തിൽ കളിക്ക് പോവുക സ്ഥിരമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി തോളാശാൻ കൊട്ടാരം കളിയോഗത്തിൽ ചെണ്ടക്കാരനായിട്ട് വരുന്നതും ആശാനുമായിട്ട് കൂടുതൽ സൗഹൃദം പുലർത്താനും, സൗഹൃദം എന്നല്ല മാനസികമായിട്ട് ഗുരുവായിട്ട് തന്നെ ഭരിച്ചുകൊണ്ടാണ് പുതുവാളാശാനെ. അങ്ങനെ പുതുവാളാശാനുമായിട്ട് കൂടെ പഴകാനും പുതുവാളാശാൻ്റെ കൊട്ട് ഒരു പരിധി വരെ സ്വാധീനിക്കാനും, അനുകരിക്കുകയല്ല സ്വാധീനിക്കുക എന്ന് പറഞ്ഞ് രണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പുതുവാളാശാനുമായിട്ടുള്ള ബന്ധം സുദൃഢമായിട്ട് വന്നു. കളിക്കോട്ടിലേക്ക് മുഴുവൻ ശ്രദ്ധ കൊടുക്കാൻ പറ്റി. പ്രശസ്ത ചെണ്ടവാദ്യ കലാകാരനായ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാനെയാണ് ആയാങ്കുടി ആശാൻ തൻ്റെ ഗുരുവായി സങ്കല്പിച്ച് ആരാധിച്ചു പോന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ചെണ്ട വിദഗ്ധനായിരുന്നു, ആയാങ്കുടി കുഞ്ഞന്മാരാർ എന്ന് പറയും. അദ്ദേഹം കൊട്ടാരം കളിയോഗത്തിലെ വിദ്വാനായിരുന്നു. അവിടുത്തെ കൊട്ടാരത്തിലെ കളിയോഗം, അന്നത്തെ കാലത്ത് കൊട്ടാരം കളിയോഗം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. അതിലെ ഒരു അംഗമാകുക എന്ന് പറയുന്നത് അതിലേറെ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെയുള്ളിടത്തെ അവിടുത്തെ ഒരു വിദ്വാനായിട്ട് അദ്ദേഹം ധാരാളം കാലം പ്രവർത്തിച്ചിരുന്നു. അപസ്വരങ്ങളില്ലാതെ ചെണ്ടയ്ക്ക് മുകളിൽ അത്ഭുതങ്ങൾ ശ്രുതി ചേർത്തുകൊണ്ട് കഥകളിയിലെ നിർണായക ജീവിത സന്ദർഭങ്ങൾക്ക് നാദങ്ങളിലൂടെ സൗന്ദര്യം പകർന്ന് അരങ്ങിലും തൻ്റെ കൊട്ടിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലകൊള്ളുന്ന ആശാൻ എന്നും ഒരത്ഭുതമായിരുന്നു. വാദ്യങ്ങളുടെ പഠനയാത്രയിൽ ആശാന്റെ ഗുരുപരമ്പരകൾ നിരവധിയാണ്. തൊട്ടിയിൽ കൃഷ്ണക്കുറുപ്പ്, തേർവഴി അച്യുതക്കുറുപ്പ്, പുതുശ്ശേരി മാധവക്കുറുപ്പ് തുടങ്ങിയ പ്രഗത്ഭർ.
കൂടിപ്പഴക്കത്തിലും കൂടി തെക്ക് വടക്ക് പ്രാധാന്യത്തോടെ തന്നെ ഏത് വടക്കർ വന്നാലും ഏത് തെക്കൻ വന്നു കഴിഞ്ഞാലും ആ കളിക്കൊക്കെ മെയിനായിട്ട് തന്നെ കൊട്ടാനുള്ള ഒരു ഊർജം അല്ലെങ്കിൽ അതിനുള്ള തൻ്റെടം, അതിനുള്ള സ്വാധീനം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഈ കാലയളവിലെ പ്രത്യേകത. മാങ്കുളം കൃഷ്ണ നമ്പൂതിരി എന്ന് പറയുന്ന വലിയ ഒരു കഥകളി നടനാണ്. കലാമണ്ഡലം കൃഷ്ണരാജാനൊപ്പം ഒക്കെ ഒരുമിച്ച് വേഷം കെട്ടുന്ന. അപ്പോൾ അദ്ദേഹം ഈ സമസ്ത കേരള കഥകളി വിദ്യാലയം എന്ന് പറഞ്ഞൊരു വിദ്യാലയം അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് തന്നെ സ്ഥാപിച്ചിരുന്നു. അവിടെ മാസം മാസം കളിയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് അത് കൊണ്ടു നടക്കാൻ വയ്യ എന്നുള്ള നില വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഡോക്ടർ അപ്പുക്കുട്ടൻ നായരും അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം മാർഗി കഥകളി വിദ്യാലയത്തിലേക്ക്, കഥകളി വിദ്യാലയം എന്ന പേരിൽ അവിടെ ഉണ്ടാക്കി. അങ്ങനെ സമസ്ത കേരള കഥകളി വിദ്യാലയം മാർഗിയിലേക്ക് എടുത്ത് മാറ്റപ്പെട്ടു. അവിടെ മാങ്കുളം കൃഷ്ണ നമ്പൂതിരിയുടെ പ്രധാന അധ്യാപകൻ, പിന്നെ ഇഞ്ചക്കാട് രാമേന്ദ്രൻ, അങ്ങനെ പല ആൾക്കാരും, അതിനോടുകൂടി ചെണ്ടയ്ക്ക് ആയാങ്കുടി ആശാനും മദ്ദളത്തിന് കലാനിലയം ബാബു, അവരങ്ങനെ നല്ല ഒരു ടീം വർക്കോടുകൂടി പോയിക്കൊണ്ടിരുന്നു. കേരളത്തിലെ പ്രശസ്തമായ കഥകളി വിദ്യാലയമായ മാർഗി കഥകളി വിദ്യാലയത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. തിരുവനന്തപുരം മാർഗി എന്ന കഥകളി സ്ഥാപനത്തിലെ അധ്യാപകരായി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വളരെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീടുള്ള സമയങ്ങളിൽ പകൽക്കുറി കലാഭാരതി എന്ന ഒരു സ്ഥാപനത്തിലും കഥകളി മേളം പഠിപ്പിക്കാൻ ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ അധ്യാപകരായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രവാദ്യകലകളിലും അഗാധമായ അറിവുള്ള ഒരു വലിയ കലാകാരനാണ്. ഒരു മാതൃകാ ഗുരുനാഥനായിരുന്നു ആയാങ്കുടി ആശാൻ. കഥകളി അരങ്ങിൽ അദ്ദേഹം ചെണ്ടയും തൂക്കിയിട്ട് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു കലയാണ്. അദ്ദേഹത്തിൻ്റെ ചെണ്ടവാദനം ഒരു തനത് രൂപം അദ്ദേഹം ചെണ്ടവാദ്യത്തിൽ സൃഷ്ടിച്ചു. ദൃഢതയുള്ള ഒരു ചെണ്ടവാദകന്റെ വാദ്യവും താളവും എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ആയാങ്കുടി കുട്ടപ്പമാരാർ ആശാന്റെ ചെണ്ടവാദനം. സംഗീതത്തിലും അഗാധ പ്രാവീണ്യം നേടിയ അദ്ദേഹം താളത്തിലും ആഴത്തിലുള്ള ആർജവം കരസ്ഥമാക്കി. തെക്ക് വടക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് കലാമണ്ഡലം കൃഷ്ണരാജാൻ. അദ്ദേഹം കൂടെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചൊല്ലിയാട്ടം, അതുപോലെ പുറമേയുള്ള കളികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർഗിയിലെ ചൊല്ലിയാട്ടവും കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആശാന് പിന്നെ കളിക്കൊട്ട് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തെക്കായാലും വടക്കായാലും ഏത് ദിക്കിൽ നിന്ന് ഒന്നായാലും. അങ്ങനെ മാലക്കര ജീവിതം, മാർഗിയിലെ ആശായ്മ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയാങ്കുടി ആശാനെ അദൃശ്യനായ ഒരു കലാകാരനാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ചെണ്ട എന്ന അത്ഭുത വാദ്യോപകരണത്തിലൂടെ ഇടിമുഴക്കത്തിൻ്റെ നാദം മുതൽ നേർത്ത ദലമർമ്മരത്തിൻ്റെ ശബ്ദം വരെ രൂപപ്പെടുത്താൻ കഴിയുന്ന അതുല്യ പ്രതിഭയാണ് ആയാങ്കുടി കുട്ടപ്പമാരാർ. ആ പ്രതിഭയുടെ കൈകൾ ഏതൊരു സാഹചര്യത്തിലും ത്രസിപ്പിക്കും വിധം വിശ്രമമില്ലാതെ ചെണ്ടയ്ക്ക് മുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ
ഒരു നടൻ മാത്രമാണ് നിൽക്കുന്നത്. നമ്മുടെ മുമ്പിൽ കൈലാസ പർവ്വതമെടുത്ത് അമ്മാനമാടുന്നതിൽ നമ്മുടെ സ്റ്റേജിൽ കൈലാസമില്ല, പർവ്വതമില്ല, പുഷ്പവിമാനം ഒന്നുമില്ല. കത്തിവേഷം കെട്ടിയ രാവണൻ എന്ന ഒരു നടൻ മാത്രമാണ്. ആ നടൻ പർവ്വതമെടുത്ത് അമ്മാനമാടുന്നത് അല്ലെങ്കിൽ നോക്കിക്കാണുന്നത് ഒക്കെ പദം പാടുന്നത് പോലെ തന്നെ ഈ ചെണ്ടയിലൂടെ വായിച്ച് ആ അർത്ഥം കൂടുതൽ വിപുലമാക്കുവാൻ ഒരു ചെണ്ടക്കാരന് കഴിയുന്നു. ഇത് രംഗത്ത് നന്നായി പ്രയോഗിക്കുന്ന, എല്ലാവർക്കും ഹൃദ്യമായ രീതിയിൽ കഥ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചെണ്ടക്കാരനാണ് ആയാങ്കുടി കുട്ടപ്പ മാരാരാശാൻ. എത്ര സ്പഷ്ടമായ കൈകളുടെ പെരുക്കങ്ങൾ അല്ലെങ്കിൽ കൈമറിച്ചലിൻ്റെ ശബ്ദങ്ങൾ ഇങ്ങനെ തീർമയായിട്ട്, മൊഴി പറഞ്ഞാൽ അച്ചടി ഭാഷയെ പോലെ വ്യക്തമായിട്ടുള്ള ഒരു പ്രവൃത്തി. ആയാങ്കുടി ആശാൻ്റെ കൊട്ടിന് എന്നും ഒരേ പുതുജീവനായിട്ടുള്ള ഒരു പ്രവൃത്തി. അരങ്ങത്ത് ആടിക്കൊണ്ടിരിക്കുന്ന വേഷക്കാരന് ഏതെങ്കിലും തരത്തിൽ വേഷത്തിനിടയ്ക്ക് വീഴ്ച സംഭവിച്ചാൽ അത് കൊട്ടിലൂടെ നികത്തി പരിഹരിക്കാനുള്ള ആശാന്റെ കഴിവ് അപാരമായിരുന്നു. ആശാന്റെ കൊട്ടിനൊപ്പം വേഷമിട്ട പ്രിയ ശിഷ്യൻ ഫാക്ട് മോഹനൻ ചെണ്ടവാദനത്തിലെ ആശാന്റെ മാസ്മരിക ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു വേഷം കലാകാരനാണ്. ആയാങ്കുടി ആശാൻ അരങ്ങത്ത് ചെണ്ടയും കൊണ്ട് നിന്നാൽ വേഷക്കാരന് ഒരുപാട് പ്രചോദനമാണ്. നമ്മൾ അരങ്ങത്തേക്ക് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നോ ആശാൻ അത് അറിഞ്ഞിരിക്കും. നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ആശാൻ ചെണ്ടയിൽ നികത്തി തരും. എപ്പോഴും നമുക്ക് ആശാൻ സഹായിയാണ്. ഒരിക്കലും നമുക്ക് ആശാൻ്റെ നിന്ന് കിട്ടുന്ന ഒരു ഗുണങ്ങൾ, ഇപ്പോൾ നമ്മൾ അരങ്ങത്ത് നിൽക്കുമ്പോൾ മുദ്ര കാണിക്കുമ്പോൾ നമ്മൾ എന്ത് കാണിക്കണം അത് ആശാൻ നമുക്ക് ചിലപ്പോൾ നമുക്ക് മനസ്സിൽ നിന്ന് പോയാലും ആശാൻ കൂട്ടിത്തരുമ്പോൾ നമുക്കത് മനസ്സിലാവും. പെട്ടെന്ന് നമ്മളത് അത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നന്നായിട്ട് തന്നെ അരങ്ങത്ത് പരിപാലിച്ച് നമുക്ക് വേണ്ടതെല്ലാം ആശാൻ ചെണ്ടയ്ക്ക് മറന്നു പോയാലും ആശാൻ ചെണ്ടയ്ക്ക് കൂടി നമുക്ക് തരും. അതാണ് ആശാൻ്റെ ഒരു വലിയ വലിപ്പമാണത് ആശാനെ പറ്റി പറയും. ആശാൻ്റെ വായന, അതായത് ചെണ്ട കൊട്ടുകയല്ല ചെണ്ട വായിക്കുകയാണ് വേണ്ടത് എന്നാണ് ആശാൻ പറയാറ്. ആശാന് ഏത് കഥയായാലും ആ രംഗങ്ങളുടെ ഭാവത്തിനും ആ പദങ്ങളുടെ ഭാവത്തിനനുസരിച്ച് ഘനം കൂട്ടിയും കുറച്ചും കൊട്ടുക, അതിൻ്റെ മുദ്രകൾക്ക് എങ്ങനെ വടിവോടെ സഹകരിക്കാം, വായിക്കാം എന്ന് ആശാൻ അത് കൃത്യമായിട്ട് നമുക്ക് ദൂരെ നിന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇന്ന മുദ്രകൾക്കുള്ള വായനയാണ് അത് എന്ന് നമുക്ക് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സോപാന സംഗീതത്തിൻ്റെ യഥാർത്ഥ ചിട്ട എന്താണെന്ന് നിങ്ങളെ അടുത്തറിഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചു തരികയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ കുട്ടിപ്പാട് സേവയിൽ മാത്രം ഉപയോഗിച്ച് വരുന്നതായിട്ടുള്ള മുത്താരിപ്പുള്ള, ഇടക്കയിലെ മുത്താരിപ്പുള്ള, അത് ആശാനിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അത്രയും ഒരു പ്രളയപയോധിജല എന്നുള്ള അഷ്ടപതി തന്നെ 1.25 മണിക്കൂറാണ് വൈകുന്നേരം സമയത്ത് പാടുന്നത്. സാധാരണ ഇന്നത്തെ കാലത്ത് ഒരു 30 മിനിറ്റ് അത് പെട്ടെന്ന് പാടി തീർക്കുക, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിനപ്പുറം പോകില്ല ഇപ്പോൾ പാടുകയാണെങ്കിൽ. പക്ഷെ ആശാൻ നിൽക്കുകയാണെങ്കിൽ രാഗം പാടി, ശ്ലോകം പാടി, പ്രളയപയോധിലെ 10 ദശാവതാരം പാടി വരുമ്പോഴത്തേക്ക് 1 മണിക്കൂർ 45 മിനിറ്റ് എടുക്കും. ചിട്ടയായിട്ട് പാടണം. ആവർത്തനവും അതിയാവർത്തനവും വിളംബകാലത്തിലുള്ള സമ്പ്രദായവും
ആശാന് ഭയങ്കര നിർബന്ധം തന്നെയായിരുന്നു. അത് ചിട്ടയോടെ പറയും. ആശാൻ്റെ ഒരു ശാസ്ത്രീയ സംഗീതത്തിൽ ഒരു വലിയൊരു ബുക്ക് എനിക്ക് അത് നോക്കാനായിട്ട് ആശാൻ തന്നിരുന്നു. അതിൽ ഒരുപാട് വർണ്ണങ്ങൾ, കീർത്തനങ്ങൾ, അലങ്കാരങ്ങൾ, അതുപോലെ ഗീതങ്ങൾ എല്ലാം എഴുതി ആശാൻ അത് വളരെ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ ആശാൻ അതൊക്കെ വളരെ വളരെ അവഗാഹമായി പഠിച്ച് വെച്ചിരുന്ന ഒരു ശാസ്ത്രീയ സംഗീതമായിരുന്നു, ആ പദ്ധതിയായിരുന്നു. പൊതുവാൾ ആശാന്റെ നിർദ്ദേശപ്രകാരം ആശാൻ വാരണാസി മാധവൻ നമ്പൂതിരിയെ പുറപ്പാടും മേളവും അഭ്യസിപ്പിച്ചു. കൂടാതെ കുറൂർ വാസുദേവൻ നമ്പൂതിരിയെ ചെണ്ടവാദനം പഠിപ്പിച്ചതും കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാന്റെ നിർദ്ദേശാനുസരണമായിരുന്നു. അധ്യാപനത്തിലൂടെ നിരവധി ശിഷ്യ സമ്പത്തിനും ഉടമയായി. കുറൂർ ഇല്ലം, കോട്ടയത്തെ ഏറ്റവും പ്രസിദ്ധമായ കുറൂർ വാസുദേവൻ നമ്പൂതിരി, ആദ്യകാലത്തുള്ള വേഷക്കാരനായ കുറൂർ വാസുദേവൻ നമ്പൂതിരി ഇല്ലത്ത് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മകനായ വാസുവിനെ ഇല്ലത്ത് താമസിപ്പിച്ച് ചെണ്ട പഠിപ്പിച്ചു. ഈ വാസു പിന്നീട് കുറൂർ വാസുദേവൻ നമ്പൂതിരി എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ചെണ്ടവാദകനായി തീർന്നു. ഇപ്പോഴും അദ്ദേഹം അരങ്ങിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. ബന്ധം 1960 ജനുവരി 1 ആദ്യത്തെ ശിഷ്യൻ ഞാനും, ആദ്യത്തെ ഗുരു അയ്യാങ്കുടി ആശാനും. അങ്ങനെ ആശാൻ ഗുരുവായി, ഞാൻ ശിഷ്യനായി. അതിനു മുമ്പ് ആശാൻ ആരുടെയും ഗുരുവായിട്ടില്ല, ഞാൻ ആരുടെയും ശിഷ്യനുമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പുത്രനായ മനോജ് കുറൂരിനെ ഇദ്ദേഹം ചെണ്ട പഠിപ്പിക്കാനുള്ള അവസരം കൂടി വർഷങ്ങൾക്ക് ശേഷം അയ്യാങ്കുടി കുട്ടപ്പമാരാശാന് സിദ്ധിച്ചു. ഈ കുറൂർ മനോജ് പിൽക്കാലത്ത് ഉന്നതനായ ഒരു കോളേജ് അധ്യാപകൻ, ചെണ്ടയ്ക്ക് ക്ലാസ് എടുക്കുന്ന, താളവാദ്യത്തെപ്പറ്റി നല്ല പാണ്ഡിത്യമുള്ള, നല്ലപോലെ എഴുതാൻ കഴിയുന്ന, ലെക്ചർ ഡെമോൺസ്ട്രേഷനിൽ താളത്തെക്കുറിച്ച് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന നല്ല ഒരു അധ്യാപകനായി ഇന്നും നിലകൊള്ളുന്നു. നമുക്ക് ഓരോ വഴികൾ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള, അദ്ദേഹം ആർജിച്ചെടുത്തിട്ടുള്ളതായിട്ടുള്ള അറിവുകൾ നമ്മളെ ചിട്ടയായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ഒരുപാട് പ്രോത്സാഹനമായിരുന്നു. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് അത് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കും. അതിലേക്ക് സഞ്ചരിക്കാൻ യാതൊരു കാരണവശാലും അദ്ദേഹം സമ്മതിക്കില്ല. സോപാന സംഗീതത്തിൽ പറഞ്ഞിട്ടുള്ളതായ കീർത്തനങ്ങൾ കൊണ്ട് തന്നെ അടിയന്തരം ചെയ്യണം. ഇപ്പോൾ കഥകളിയിലെ ഒരു അജിതാരെ പാടാൻ പോലും അദ്ദേഹം സോപാനത്തിൽ അനുവദിച്ചിരുന്നില്ല. നമ്മൾ ചിട്ടയായിട്ട് നമ്മുടെ സംഗീതത്തെ കൊണ്ടു നടക്കണം. എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ അറിവിനെ നമുക്ക് നമിക്കാതിരിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആശാനുമായിട്ടുള്ള കുടുംബവുമായിട്ടുള്ള ബന്ധം ഏകദേശം 48 വർഷത്തോളം ആകുന്നു. 1975 ഞാൻ ആദ്യമായിട്ട് ആശാനടുക്കൽ ചെണ്ട പഠിക്കാൻ വരുന്നത്. അന്ന് മുട്ടിയയിൽ ആണ് ആശാൻ ചെണ്ട പഠിപ്പിച്ചത്. ഞാൻ വളരെ കുഞ്ഞാണ്, ഏകദേശം 7 വയസ്സ് പ്രായമേ ഉള്ളൂ. 5 മണിക്ക് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ 5:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 8:30 വരെ 3 മണിക്കൂറോളം സാധകമായിരിക്കും. പിന്നെ ആശാന് പകൽക്കുറിയിലൊക്കെ പോയി റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇടയ്ക്കാ പഠിക്കാൻ ആശാനൊക്കെ വരുന്നത്. എങ്കിലും 3 കൊല്ലം ഞാൻ ഇടയ്ക്ക് ആശാനൊക്കെ പഠിച്ചു. അതിലൊരു 2 കൊല്ലത്തോളം കയ്യത്ത് തന്നെയാണ് പൊട്ടിയത്. ഇടയ്ക്ക തൊടിച്ചു പോലുമില്ല. ആശാൻ വളരെ സ്ട്രിക്റ്റാണ് അക്കാര്യത്തിലൊക്കെ. പെട്ടെന്ന് ഇടയ്ക്കാലൊന്നും തുടങ്ങത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക തുടങ്ങുന്നതും ഇടയ്ക്ക മേടിക്കുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ്. ആശാൻ്റെ തന്നെ ഒരു ഇടയ്ക്കുണ്ട്, അതിലാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്.
കലാഭാരതിയിൽ ഞാൻ പോയി ചേർന്ന അവസരത്തിൽ ആശാൻ അവിടെ ചെണ്ട അധ്യാപകനാണ്. ആശാൻ്റെ മകൻ കലാഭാരതി ഉണ്ണികൃഷ്ണനും അവിടെ ചെണ്ട വിദ്യാർത്ഥിയായി ഞാൻ ചെല്ലുന്ന സമയം മുമ്പ് തന്നെ അവിടെ ഉള്ള ആളാണ്. അങ്ങനെ ഞങ്ങളവിടെ ഉള്ള സമയത്താണ്, ആ സമയത്ത് ആശാൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കഥകളി പഠനം വളരെ, അന്ന് നടന്ന ചൊല്ലിയാട്ടം പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആശാന് നിർബന്ധമായിരുന്നു എല്ലാ ദിവസവും, വർക്കിംഗ് ദിവസങ്ങളിലെല്ലാം തന്നെ നിർബന്ധമായ ക്ലാസ് രാവിലെ 9 മണി കഴിയുമ്പോൾ മുതൽ ചൊല്ലിയാട്ട കളരി ഉണ്ടാവുകയും വൈകുന്നേരം 4 മണിയാകുമ്പോൾ ആശാൻ ചെണ്ട ക്ലാസ്സിലെ പിള്ളേരുമായിട്ട് വലന്തലയുമായി വരികയായി. ക്ലാസ്സിലേക്ക് വന്ന് വട്ടം വെച്ച് കലാശം ഈ 2 പേരെ നിർത്തി എല്ലാ ചെമ്പട ചെമ്പ അടന്ത എന്ന രീതിയിൽ 1-ാം കാലം മുതൽ എല്ലാം വട്ടം വെച്ച് കലാശമൊക്കെ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കുകയും വളരെയധികം പ്രയോജനങ്ങൾ ആശാൻ്റെ ആ കളരിയിൽ അന്ന് അവിടെ അധ്യാപകനായിട്ടുണ്ടായിരുന്നിടത്തോളം കാലം, ഇന്നിപ്പം അനായാസം ഏത് താളത്തിലുള്ള ഒരു കലാശം എടുക്കണം എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടില്ലാതെ വന്നത് അന്നത്തെ ആ ഒരു ക്ലാസിൻ്റെ ഒരു നേട്ടം തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ 1981 തിരുവനന്തപുരം മാർഗിയിൽ ചെണ്ട പഠിക്കാൻ വന്നത്. ആ സമയത്ത് ഇവിടുത്തെ ചെണ്ടയുടെ പ്രധാന അധ്യാപകനായിരുന്നു ആയങ്കുടി ആശാൻ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആശാൻ്റെ മകൻ ഉണ്ണിയും ഇവിടെ വന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠനം. ആശാൻ്റേതായിട്ടുള്ള ഒരു ശൈലി ആശാൻ്റെ കൂട്ടിലുണ്ടായിരുന്നു. 2023 കേരള സംഗീത നാടക അക്കാദമി അവാർഡിന് അർഹനായ ശ്രീ തിരുവല്ല രാധാകൃഷ്ണൻ ആയാങ്കുടി ആശാന്റെ പ്രിയ ശിഷ്യനാണ്. തെക്കൻ നാട്ടിലെ കഥകളിക്കൊട്ടിൽ ആശാന്റെ കഴിവ് എന്നും ഒരത്ഭുതമായി മാത്രമേ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നെ ആശാൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെ തെക്കൻ നാട്ടിലൊരു ഇത്രയും വലിയൊരു കഥകളി ചെണ്ട വായിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഇത്രയും കനമുള്ളൊരു കൊട്ടിൻ്റെ കാര്യവും അത് ആശാനിൽ നിന്ന് കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കഥകളിക്കൊക്കെ ഇത്രയും കനം വരിക എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും വായിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയായി മേളപ്പദവും അതും ഇതൊക്കെ എണ്ണങ്ങളുടെ കനങ്ങളും നമ്മളത് കണ്ടുകൊണ്ട് നിന്ന് ആസ്വദിക്കാനുള്ളൊരു ഇതുണ്ട്. അതുപോലത്തെ ഒരു കൊട്ടിൻ്റെ ഇതാണ് ആശാൻ്റെ കയ്യിലുള്ളത്. പക്ഷെ അങ്ങനൊരു കൊട്ട് വേറൊരാടെ ഇത്രയും ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ആശാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് കൂടെ. മഹാനായ ആ വ്യക്തിക്ക് മഹാനായൊരു ചെണ്ടക്കാരനായിട്ടുള്ള മകനെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് തിരുവല്ലക്കാർക്കും അതേമാതിരി തന്നെ കഥകളി ലോകത്തിനും അഭിമാനിച്ചാൽ മാത്രം പോരാ, ആരാധിക്കൽ തന്നെ വേണം എന്നാണ് ഞാൻ പറയുക. അദ്ദേഹത്തിനെ മനസ്സുകൊണ്ട് ആരാധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ അങ്ങേറ്റവും ആരാധിക്കുക തന്നെ വേണം. നല്ല കൊട്ട്, നല്ല പ്രവൃത്തി. ഉണ്ണടി ആശാൻ്റെ കാര്യം പറഞ്ഞ പോലെ കയ്യിൻ്റെ ശബ്ദം, കയ്യിൻ്റെ നാദം വളരെ പ്രസിദ്ധമാണ്. ഏത് ചെണ്ടയായാലും ശരി, ഉണ്ണി എപ്പോഴും ചെണ്ട നല്ല ചെണ്ടയായിട്ടേ കൊണ്ടുപോകാറുള്ളൂ. ഉണ്ണിക്ക് എപ്പോഴും ചെണ്ട നേരാവാറുമുണ്ട്. അത് ആശാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം എപ്പോഴും യന്ത്രം നന്നായിരിക്കണം. അതുകൊണ്ട് ഏത് സമയം നോക്കിയാലും ഉണ്ണിക്ക് ചെണ്ടയുടെ ഒരു പ്രശ്നം വരാറേ ഇല്ല. തിരുവല്ലയിലെ ഏറ്റവും കൂടുതൽ മേളപ്പദം കുട്ടിയൊക്കെ മിക്കവാറും ഉണ്ണി അല്ലാണ്ട് അവിടെ ആരും ഉണ്ടാവാറില്ല. അച്ഛൻ്റെ പാത പിന്തുടരുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. പിന്നെ പഠിപ്പിക്കൽ അങ്ങനെ ഒരു 4-5 മണിക്കൂറൊക്കെ സാധനം ചെയ്ത ദിവസങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണന്റെ മകളും ആശാന്റെ കൊച്ചുമകളുമായ നിത്യശ്രീ കഥകളിയിലും നൃത്തത്തിലും ചെണ്ടവാദനത്തിലും കഴിവ് തെളിയിച്ചു വരുന്ന ഒരു കലാകാരിയാണ്.
അപ്പൂപ്പൻ ആയങ്കുടി കുട്ടപ്പമാരാർ, എൻ്റെ അച്ഛൻ കലാഭാരതി ഉണ്ണികൃഷ്ണൻ. രണ്ടുപേരും കഥകളി ചെണ്ടക്കാരായിരുന്നു. എനിക്ക് ആഗ്രഹം തോന്നി ചെണ്ട പഠിക്കാൻ. അപ്പൂപ്പൻ ദക്ഷിണ കൊടുത്തു. അച്ഛൻ എന്നെ അരങ്ങേറ്റം കഴിപ്പിച്ചു. അപ്പൂപ്പനും അരങ്ങേറ്റത്തിനുണ്ടായിരുന്നു. ഗുരു എന്നത് തന്നിലേക്ക് എല്ലാവരെയും ആകർഷിച്ചു നിർത്തുന്നതിലൂടെ ഗുരുവായി മാറുകയാണ് ആശാൻ. താൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തവരൊക്കെ എപ്പോഴെങ്കിലും തന്നെ ഓർക്കുന്നു എങ്കിൽ സ്മരണ എന്ന വാക്ക് വെറും നിഘണ്ടുവിൽ ഒതുങ്ങേണ്ട ഒരു പദമായി മാറ്റപ്പെടുന്ന ഒരു കാലത്ത് ഗുരു എൻ്റേതാണെന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുവാൻ നിൽക്കുന്നവരുടെ കൂട്ടമായി ഇത് മാറട്ടെ. ആ ഗുരു പകർന്നു തന്ന വലിയ ചിന്തകളെ, വലിയ കലയെ പകർന്നെടുത്താടുവാൻ, അത് കൈകളിലൂടെയാണെങ്കിലും വാക്കുകളിലൂടെയാണെങ്കിലും കാലുകളിലൂടെയാണെങ്കിലും പകർന്നെടുത്താടുവാൻ ഇതിനെ പിൻപറ്റി നടക്കുന്നവർക്കാകട്ടെ. ഇതിലൂടെ ആയാംകുടി എന്ന വലിയ ആചാര്യൻ അമരനായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആശാന്റെ ഷഷ്ടിപൂർത്തി വേളയിൽ അദ്ദേഹം വളർന്ന നാടും ശിഷ്യന്മാരും ചേർന്ന് അതിഗംഭീരമായി പരിപാടികൾ സംഘടിപ്പിച്ചു. കഥകളി കൊട്ടിൻ്റെ ആ മഹാപ്രതിഭയ്ക്ക് ആശംസകൾ നേർന്ന ചടങ്ങിൽ വെച്ച് കഥകളി മേള ചക്രവർത്തി എന്നറിയപ്പെടുന്ന കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ആയാങ്കുടി ആശാനെ വീരശൃംഖല പട്ടമണിയിച്ച് ആദരിക്കുകയും ചെയ്തു. എല്ലാ ശിഷ്യന്മാരെയും, മാർഗിയിലുള്ളതും പകൽക്കുറിയിലും എല്ലാം ഉള്ള ശിഷ്യന്മാരെ എല്ലാവരും കൂടെ കൂട്ടി ആശാൻ്റെ സഹപ്രവർത്തകരെയും നാട്ടുകാരെയും അവർക്കൊക്കെ വലിയ ഉത്സാഹമായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് ഷഷ്ടിപൂർത്തി നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾ തീരുമാനിച്ചു വീരശൃംഖല കൊടുക്കണം. ശ്രീവല്ലഭൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് പൊതുവാളാശാൻ്റെ കയ്യിൽ നിന്നാണ് വീരശൃംഖല, അതായത് കഥകളിയുടെ കൊട്ടിൻ്റെ ചക്രവർത്തി, ആ ചക്രവർത്തിയാണ് ആയാങ്കുടി ആശാനെ വീരശൃംഖല അണിയിച്ച് അന്ന് ആദരിക്കാൻ സാധിച്ചത്. കുറൂർ വർഷനമ്പൂരി അദ്ദേഹം അച്ഛനെ പ്രത്യേകമായിട്ട് തിരുവല്ല ക്ഷേത്രത്തിൽ വിളിക്കുകയുണ്ടായി. ആയാങ്കുടി ആശാന് ഒരു വീരശൃംഖല സമ്മാനിക്കുന്നുണ്ട്, അത് അച്ഛൻ വേണം അണിയിക്കാൻ എന്നാണ് താല്പര്യം, വന്നാൽ നന്നായി എന്നുള്ളത്. അച്ഛൻ്റെ സഹായത്തിന് ഞാനും ഈ തിരുവല്ല ആശാനെ ആദരിക്കുന്ന സ്ഥലത്തേക്ക് പോകുണ്ടായി. മാർഗിയിലെ അധ്യാപനത്തിനിടയിൽ ആയാങ്കുടി ആശാൻ ജർമ്മനി, ഇംഗ്ലണ്ട്, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങി നിരവധി വിദേശ രാജ്യങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചു. 2008 സംസ്ഥാന സർക്കാരിൻ്റെ പല്ലാവൂർ അപ്പമാരാർ പുരസ്കാരം, കേരള കലാമണ്ഡലം അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഒട്ടനവധി പുരസ്കാരങ്ങൾ കേരളത്തിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ നേടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിനയാന്വേഷണം നമുക്ക് ആർക്കും ഇത്ര താഴ്മയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയില്ല. അത്രയ്ക്ക് വലിയൊരു മനുഷ്യനായിട്ടാണ് ഇന്നും എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത്. ആശാൻ പാട്ട് തുടങ്ങി കൊട്ടുകാരനായി, ഞാൻ കൊട്ടു തുടങ്ങി പാട്ടുകാരനായി. ഈ ഒരു ഇതുകൊണ്ട് തന്നെ ആശാന്റെ മനസ്സിൽ ഞാനുമായിട്ടൊരു കൂടുതലായിട്ടൊരു ബന്ധം ആശാനുമായിട്ട് കണ്ടുമുട്ടിയ ആ കാലം തൊട്ടിട്ടുണ്ടായിരുന്നു. സ്ഥാനങ്ങൾ ഇത്രയും കൃത്യമായിട്ട് എല്ലാവരും ചെണ്ട തന്നെയാണ് കൊട്ടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു നിയമം, ചില സ്ഥാനങ്ങളുണ്ട്. അത് ഇത്രയും കൃത്യമായിട്ട് കേൾക്കുന്നത് വളരെ അപൂർവം ആൾക്കാർ ഒരാളാണ് ആയാങ്കുടി ആശാൻ. കലാപരമായിട്ടുള്ള ബന്ധം ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേമാതിരി തന്നെയായിരുന്നു ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധവും. അതുതന്നെയല്ല കുടുംബ ബന്ധവും. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 19
1964 ആശാൻ കല്യാണം കഴിക്കുന്നത്. സുമതി എന്നായിരുന്നു അമ്മയുടെ പേര്. തിരുവല്ലയിലെ കഥകളി യോഗക്കാരനായ മുറിയായ്ക്കൽ കുട്ടപ്പണിക്കരുടെ മകൾ സുമതിയാണ് ആശാന്റെ സഹധർമ്മിണി. മൂത്ത മകൾ സുജാത ഭർത്താവായ പ്രസന്നകുമാറിനൊപ്പം പൂനെയിൽ സ്ഥിരതാമസമാണ്. ആശാന്റെ കൊട്ടിന്റെ പാരമ്പര്യം പകർന്നു കിട്ടിയ പുത്രനായ കലാഭാരതി ഉണ്ണികൃഷ്ണൻ ഭാര്യ ശ്രീകലയോടും മകൾക്കുമൊപ്പം തിരുവല്ലയിൽ താമസിക്കുന്നു. മറ്റൊരു മകളായ ഗിരിജ ഭർത്താവായ സുരേന്ദ്രൻ നായരോടൊപ്പം മുറിയാക്കൽ തറവാട്ട് വീട്ടിൽ താമസിച്ചു വരുന്നു. ആശാന്റെ അവസാന നാളുകൾ ഇളയ മകൾക്കൊപ്പമായിരുന്നു. ഇളയ പുത്രനായ ജയകുമാർ ഭാര്യ അർച്ചനയോടൊപ്പം USA ജോലി ചെയ്തു വരുന്നു. ആശാനും ഞാനുമായി വളരെ നാളത്തെ ബന്ധമാണ്. കഥകളി ലോകത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരാളാണ് ആയാങ്കുടി ആശാൻ. ആശാൻ്റെ കൂടെ നിരവധി അവസരങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം കൊട്ടാനൊരവസരം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ചെറുതും വലുതും നോക്കാതെ അങ്ങേയറ്റം ഏത് കലാകാരൻ്റെ കൂടെയും സഹകരിക്കുന്ന ഒരാളാണ് ആശാൻ. തിരുവല്ല ക്ഷേത്രത്തിൽ ഒരു പക്ഷേ ആദ്യം പോവുകയാണ് തോന്നുന്നു. അച്ഛന് അന്ന് അസൗകര്യം കാരണം എന്നെ പറഞ്ഞയക്കുകയുണ്ടായത്. ഏതാണ്ട് ഒരു സന്ധ്യയ്ക്ക് ഒരു 7-7:30-8 മണിയോട് കൂടിയിട്ടാണ് ആയാങ്കുടി ആശാൻ അവിടെ അണിയറയിൽ വരുന്നത്. ചെണ്ട കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അതെന്തേ കൊണ്ടുവരാഞ്ഞേ? അപ്പം അച്ഛൻ വരുമ്പോൾ ചെണ്ട വേണ്ടേ? ഉണ്ട്. അച്ഛൻ വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഡബിൾ മേളപ്പദമാ, 2 ചെണ്ടയൊക്കെ വേണം. ഇനിയിപ്പോൾ എന്താ രണ്ടാമത്തെ ചെണ്ടയ്ക്ക് കാട്ടുക? വഴിയുണ്ടാക്കാം. കുഞ്ഞ് ഒരുങ്ങിപ്പോ, ഞാൻ ശ്രമിക്കാം. ഏതാണ്ട് പുറപ്പാട് കഴിയാറാകുമ്പോഴാണ് രണ്ടാമത്തെ ചെണ്ടിയും കൊണ്ട് ആയാങ്കുടി ആശാൻ കൊട്ടാന ഒരുങ്ങി. എൻ്റെ പിതൃതുല്യനായുള്ള ഒരു മാന്യദേഹം ഇടത് ഭാഗത്തും ഞാൻ ഇങ്ങനെ വലത് ഭാഗത്തും നിൽക്കുന്നത് എൻ്റെ മനസ്സിനും പ്രവൃത്തിക്കും ചേരുന്നതല്ല. ഞാൻ ആകെ സംഭ്രമത്തിലായി. അപ്പോൾ ആശാൻ കൈകൊണ്ട് കാണിച്ചു, അവിടെ നിന്നാൽ മതി. അപ്പോൾ അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഈ കാര്യം കഴിയണ വരെ അവിടെ നിന്നോളൂ എന്നിട്ട് ആവുമെന്നാണ് എൻ്റെ സംശയം. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഞാൻ വീണ്ടും അവിടെ അവിടെ നിൽക്കണം എന്ന് വരെ അദ്ദേഹം ആംഗ്യത്തിൽ കൂടെ പറഞ്ഞ മാതിരി ഞാൻ അതിനെ ഉൾക്കൊണ്ടു. എന്നെ ആ മാന്യസ്ഥാനത്ത് നിന്ന് പുറപ്പാട് മേളപ്പദം പൊട്ടിച്ചു. അത് കഴിഞ്ഞ് സാക്ഷാൽ കലാമണ്ഡലം കൃഷ്ണനാരാശാൻ്റെ നളചരിതം 2-ാം ദിവസത്തിലെ നളൻ, കലാമണ്ഡലം ഗോപി ആശാൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ആരാധ്യ പുരുഷൻ്റെ പുഷ്കരൻ. ഇവർക്കൊക്കെ കൊട്ടാൻ ഞാൻ പ്രധാനിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് സങ്കല്പിക്കാൻ പറ്റില്ല. അത് ഈ കലാമണ്ഡലം സമ്പ്രദായം ആകുമ്പോൾ ഇയാളാ നല്ലത്, ഇയാൾ കൊട്ടണം എന്ന് എൻ്റെ മനസ്സിൽ ആവാൻ തൊക്കണം അദ്ദേഹം അത് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ചെയ്തത് സത്യമായിട്ട് വേറെ ഒരു സങ്കല്പ. അത് എനിക്ക് എപ്പോൾ ആരോട് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ മനസ്സിന് എനിക്ക് എത്രയധികം ആയാങ്കുടി ആശാൻ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം വീട്ടിൽ വിശ്രമിക്കുമ്പോൾ നാടിൻ്റെ നാനാഭാഗത്തുമുള്ള ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. കഥകളി മേളാചാര്യൻ
ആയാങ്കുടി കുട്ടപ്പന്മാരാർ അന്തരിച്ചു. അദ്ദേഹത്തിന് 91 വയസ്സുണ്ടായിരുന്നു. തിരുവല്ലയിലെ മതവിഭാഗം മുറിയായിക്കൽ വീട്ടിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, പറയൂ. കഥകളി കൊട്ടാചാര്യനും ക്ഷേത്രകലകളിൽ സകലകലാവല്ലഭനുമായ ആയാങ്കുടി കുട്ടപ്പമാരാർ എന്ന അത്ഭുത പ്രതിഭ 2024 ജനുവരി 24 അരങ്ങൊഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ ബഹുമതികളോടും കൂടിയാണ് നാട് അദ്ദേഹത്തിന് വിട നൽകിയത്. ആയാങ്കുടി കുട്ടപ്പമാരാർ എന്ന ചെണ്ടവാദന പ്രതിഭയുടെ പേരിൽ ആകാശ് എന്ന നാമകരണത്തിൽ ട്രസ്റ്റ് രൂപീകരിക്കുകയും ആശാന്റെ പേരിൽ അവാർഡുകൾ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. കുടുംബവും ശിഷ്യന്മാരും ചേർന്ന് ആകാശിൻ്റെ ഉദ്ഘാടനം അതിഗംഭീരമായി നിർവഹിക്കുകയുണ്ടായി. അതിലെ ഏകദേശം ഒരു പ്രാരംഭ സമിതി എന്നുള്ള നിലയിൽ 13 അംഗ സമിതിയാണുള്ളത്. അതിൻ്റെ പ്രസിഡന്റ് ആശാൻ്റെ ആദ്യത്തെ ശിഷ്യനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള കുറൂർ വാസുദേവൻ നമ്പൂരി അവരാണ്. സെക്രട്ടറി ഞാൻ തന്നെയാണ്, വിനോദ് കണ്ണഞ്ചിറ. വൈസ് പ്രസിഡന്റ് ആശാൻ്റെ മൂത്ത മരുമകനായിട്ടുള്ള പ്രസന്നകുമാറാണ്. ജോയിൻറ്റ് സെക്രട്ടറി ആശാൻ്റെ മറ്റൊരു ശിഷ്യനായിട്ടുള്ള ശങ്കരൻ നമ്പൂതിരി. ട്രഷറർ ആശാൻ്റെ മകൻ കലാഭാരതി ഉണ്ണികൃഷ്ണൻ. ഇതുകൂടാതെ മറ്റ് ആശാൻ്റെ മക്കളും ശിഷ്യന്മാരും മറ്റ് ശിഷ്യന്മാരുമായിട്ട് ചേർന്ന ഒരു 13 അംഗ സമിതിയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്.